എത്ര ഫൈറ്റ് ഉണ്ടാവും? 6 ഓ തിയേറ്റർ എല്ലാവരും കൂടി ഇടിക്കണ്ട. കുറച്ച് സംഭവങ്ങളൊക്കെ ചില നിമിഷത്തിൽ 2 സന്തോഷവാക്ക്. സന്തോഷല്ലേ സന്തോഷല്ലേ. ഇപ്പൊ ചെറിയൊരു വിഷമമുണ്ട്. മോനെ ലോകം പിടയ്ക്ക് തോന്നാണോ? നമ്മൾ മാത്രം സന്തോഷിച്ചല്ല, അവരെല്ലാം കുറേ ആൾക്കാർ ഇങ്ങനെ ഹൃദയടിപ്പ് കുടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര കഷ്ടമല്ലേ. അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇനി ഒന്നും വരുത്താതെ എത്രയും വേഗം തീരണേയും അല്ലേ, യുദ്ധം തീർന്ന് സമാധാനം പറഞ്ഞു. കാലങ്ങൾ 3 വർഷം 4 വർഷമൊക്കെ ഓരോ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ തുടങ്ങിയത് ഇപ്പോൾ തീരും, ഇത് പെട്ടെന്ന് പറ്റുള്ളൂ. ഒന്നാമത് ഗൾഫിൽ നമ്മുടെ കുറെ ആളുകളുണ്ട്, കേരളത്തിലെ 9 ലക്ഷം ആൾക്കാർ അവിടെ ഉണ്ട്. അവർക്കൊക്കെ സമാധാനം വേണ്ടേ? അതല്ല, ഇത് മൊത്തം പ്രശ്നമാവില്ലേ? നിലവിലെല്ലാം കൂടി അത് കൂടി ഇത് കൂടി എല്ലാം കുഴപ്പമാവില്ലേ? ആഗോള പ്രശ്നമാണ്. ഫേസ്ബുക്ക് യൂട്യൂബ് റീച്ച് പോലും തരുന്നില്ല. ഫേസ്ബുക്ക് യൂട്യൂബ് റീച്ച് പോലും തരുന്നില്ല വീഡിയോസിന്. അതാ പറഞ്ഞ ഡോളർ പോവില്ലേ? അതെ, പിന്നെ നിങ്ങൾക്കെല്ലാം കിട്ടും. ഇല്ല, നമുക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഇത്രയും വേഗം സന്തോഷം വരാൻ വേണ്ടി അല്ലേ. അതിനൊക്കെയാണ് നമ്മൾ ഇതും കൂടി ചെയ്യുന്നത്. നമ്മൾ മാത്രം സന്തോഷിച്ച കാര്യമില്ല, എല്ലാവരും സന്തോഷിക്കും. ഇത്തവണ ഒരു വരവ് വരുമോ? വരുത്തണമല്ലോ, വരുത്തണ്ടേ നമുക്ക്. വരവിൽ എത്ര ഫൈറ്റ് ഉണ്ടാവും? 6 ഓ തിയേറ്റർ എല്ലാവരും കൂടി ഇടിക്കണ്ട. കുറച്ച് സംഭവങ്ങളൊക്കെ ചില സ്പൈസൊക്കെ കുറച്ചായിട്ടേ ഉള്ളൂ. അതെല്ലാം കൂടി ചേർത്ത് ജോജി ചേട്ടൻ്റെ ഇടിക്ക് ഓൾറെഡി ഒരു കിൻഡൽ ഇടിയെന്നാണ് പൊതുവെ മലയാളികൾ പറയാറ്. ആ ലെവലിൽ തന്നെയാണ് അദ്ദേഹം. നോക്കിക്കഴിഞ്ഞാൽ ഇടിയാണ്, ഇടിയോട്ട് ഇടിയാണ്. എന്തായാലും ഒരു മാസം പരവേശം ഉണ്ടല്ലേ, അങ്ങനെ മുഖത്തൊരു സംഭവമുണ്ട്. ഉറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. ആരാണ്? ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എനിക്കിങ്ങനെ ആവേശമില്ലേ. ആൾക്കാർ ഇടി കൂടുന്ന ഇഷ്ടമല്ല, പക്ഷെ ഇടിപ്പിക്കുന്ന ഇഷ്ടം. വരവിന്റെ ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ആയി. നീ സോങ്ങിന്റെ കുറച്ച് പോഷൻ എടുക്കാം. എത്ര ദിവസം ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ? അങ്ങനെ 10 ദിവസം കുറവാണ്. ഇപ്പോഴത്തെ ആൾക്കാരെ വെച്ച് നോക്കും കുറവാണ്. അപ്പൊ കുറച്ച് കാലത്തിന് ശേഷം തിയേറ്ററൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ജോയിച്ചേട്ടൻ്റെ പടം കാണാൻ പറ്റും. എന്നെത്ര എന്റെ പടം ആവരുത്, ജോജുവിന്റെ പടമാണ്. ഷാജേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ജോയിച്ചേട്ടൻ്റെ പടം അങ്ങനെ തന്നെ വരുള്ളൂ. ആ രീതിയിൽ ജോജുവിന്റെ പടം വന്നാലേ നമുക്കൊരു സന്തോഷം അല്ലേ. വേറെ ആയിരിക്കട്ടെ, ഇത്ര വലിയ ഡയറക്ടറായിട്ടും iPhone 13 എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പാവല്ലേ, നമ്മൾ പാവമല്ലേ. നമ്മൾ എന്തിനാ iPhone 13 നിൽക്കട്ടെ? സിംപ്ലിസിറ്റി എന്നുള്ളത്. സിംപ്ലിസിറ്റി അല്ല, അത്രേ ഉള്ളൂ മോനെ. പക്ഷെ പുതിയ മോഡലൊക്കെ ഇറങ്ങുമ്പോ എല്ലാവരും പോയിട്ട് ഫസ്റ്റ് മേടിക്കുന്നു. എന്നിട്ട് ആർപ്പാടൊന്നും എനിക്ക് താല്പര്യമില്ല. മക്കളൊക്കെ യൂസ് ചെയ്യുന്നല്ലേ? അവർക്ക് അവര് 12 യൂസ് ചെയ്തോ പാവം. അതിനൊക്കെ അതിലാണ് ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. അവന്റെ ഒരു ആഗ്രഹം. അത് ഞങ്ങളെ തന്നെ ട്രോൾ ചെയ്തോണ്ട് എല്ലാവരും ഫസ്റ്റ് ട്രോളിൽ തന്നെ കുറച്ചൊക്കെ ട്രോൾ ചെയ്താൽ അവർ കിട്ടും, അതുകൊണ്ട് നമ്മളെ തന്നെ ട്രോൾ ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ ദിലീപ് ഏട്ടൻ്റെ പടം ഡയറക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു അതിൽ എന്തെങ്കിലും ഇടപെടൽ ഷാജേട്ടൻ്റെ ഭാഗം ഒന്നുമില്ല, തൊട്ടില്ല, കേട്ടിട്ടില്ല. ഓ ഇല്ല, അത് അവരുടെ സ്വാതന്ത്ര്യമായിട്ടാണ്. നമ്മൾ കഥ കേട്ട് നമ്മൾ സജഷൻ പറയും. അവരുടെ മനസ്സിലാത്തൊരു സാധനം ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിലായ സാധനത്തിൽ നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. അതിനകത്ത് ഒരാളെ ഇടപെട്ടുമ്പോൾ കുഴപ്പമില്ല. അല്ല, പുതിയ ഡയറക്ഷനിലേക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും ഉപദേശം അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും കൊടുത്തു? അവൻ എൻ്റെ കൂടെ നിന്നിട്ട് വർക്ക് ചെയ്തല്ലേ, അപ്പോൾ അവനറിയാം എന്താണ്. ഏത് അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു? ഏത് പടത്തിലായിരുന്നു? നമ്മൾ കടുവയിലൊക്കെ വർക്ക് ചെയ്തു. പടം കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നരസിംഹത്തിലെ ഇൻട്രോ എപ്പോഴും ഭയങ്കര ചർച്ച ആവണത്. അപ്പോൾ ഈടായിട്ടില്ലേ നരസിംഹത്തെ ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ഇൻട്രോ ഇപ്പോഴും പലരും ഭയങ്കര മീമ് കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത്ര നേരം ലാലേട്ടൻ എന്തുകൊണ്ട് വെള്ളത്തിൽ നിന്ന് വേണ്ടി പഴയ കാലത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിച്ച തിയേറ്ററിലും ഇപ്പോഴും പഴയ കാലത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടം മാറിയപ്പോൾ ജെൻസി പിള്ളേരാന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർ ഇത്ര നേരം വെള്ളത്തിൽ നിന്നിട്ട് പെട്ടെന്ന് വരുന്നു എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടില്ല. ഓ അല്ല, 25 കഴിഞ്ഞില്ല, വർഷം മുമ്പ് ആൾക്കാർക്ക് ഇഷ്ടമല്ലേ. നമ്മൾ ഓരോ കാലഘട്ടത്തിന്റെ പടം എടുക്കണം, അതെടുത്ത് ഇപ്പൊ ചെയ്യുന്നില്ല. ഇല്ല അല്ലേ? അല്ല, ആ രീതിയിൽ ഇൻട്രോ അന്ന് ഭയങ്കരമായിരുന്നു. ആ രീതിയിൽ പുതുമയുള്ള ഇൻട്രോ ആയിരുന്നു.
പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇത് വന്നപ്പോൾ കുറച്ച് ഒരു മീമ് രീതിയിലേക്ക് മാറി ചില മൊത്തം. അത് പറയണമല്ലോ, അവർക്ക് കുട്ടികൾക്ക് പഴയ സാധനം വെച്ചില്ലേ, അവർ പുതിയ സിനിമകളല്ലേ, അവർ ഇപ്പോൾ മാറിയില്ലേ, 25 പോയില്ലേ, ഇപ്പോൾ വേറെ എനർജി അല്ലേ ഇപ്പോൾ കിടക്കുന്നത്, അന്നത്തെ എനർജി അല്ലേ, അന്ന് അവർ ജനിച്ചിട്ട് പോലും ഇല്ല അല്ലേ. കൊറിയൻ ഡ്രാമ അല്ലെങ്കിൽ കൊറിയൻ ഫിലിം കണ്ടിട്ട് അവർക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പറയുന്നില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട് കാണാൻ വേണ്ടി. നമ്മളെ പണ്ടെങ്ങനെ ഉണ്ടാവും? ഇല്ല. അങ്ങനത്തെ ഒരു സാധനമില്ല. വല്ലപ്പോഴും ഇംഗ്ലീഷ് ഫിലിം വരുമ്പോൾ അവിടെ ഇറങ്ങി റിലീസ് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ കേരളത്തിൽ എത്തും. എന്തതില്ല, ബട്ടണിൻ്റെ ഫിലിം കാണാം. അപ്പോൾ എന്ത് ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ A to Z കാര്യങ്ങൾ അവർ നോക്കും ഒരു സിനിമ കാണുമ്പോൾ. നിരൂപണം ഭയങ്കരമാണ് അല്ലേ? അല്ല, നിരൂപണം ഇല്ലെങ്കിൽ നമ്മൾ വളരാൻ പറ്റും. നമ്മൾ വിമർശിച്ചാൽ മാത്രമേ നമ്മൾ വളരൂ. നമ്മളെയൊക്കെ കൊല്ലാം, എന്നാലും നിങ്ങൾ ഓക്കെ. ഈ 2026 കുറേ മാസ് പടങ്ങൾ വരുന്നുണ്ടല്ലോ, കുറേ ബ്രഹ്മാണ്ഡ പടങ്ങൾ. ഐ ആം ഗെയിം, ടിക്കി ടാക്ക, ആട് 3, ദൃശ്യം 3, പാട്രിയോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഷാജേട്ടൻ എക്സൈറ്റിങ് തോന്നുന്ന കുറച്ച് പടങ്ങൾ ഏതാണെന്ന് ചോദിച്ചു. എനിക്ക് എല്ലാ ഫിലിമിലും എക്സൈറ്റ്. ഓരോ ഡയറക്ടർ ഓരോ വേർഷനും ഉണ്ടാക്കുന്നുണ്ട്. അവർ ഓരോ മനസ്സിൻ്റെ ഓരോ സെറ്റപ്പിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാ രീതിയിലും അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കണ്ടേ. ഒരു ഡയറക്ടർ ഒരു ഫിലിം പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് അത് ഉള്ളത്, ആ സിനിമ. അത് നമ്മൾ ഏതൊന്നും പഠിക്കത്തില്ല. എല്ലാ സിനിമയും നമ്മൾ കാണണം, എന്നാലേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഡിഫക്ട്സ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. പുതിയ സംവിധായകരുടെ എല്ലാ സിനിമകളും എല്ലാം കാണും. ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അങ്ങനെയില്ല, ഇഷ്ടം എന്നൊരു സാധനമില്ല. അവരവരവരുടെ റിസപ്ഷനിൽ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അവരവരുടെ രീതിയിലാണ്. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കേക്ക് മേടിക്കുക, വേറെ സ്ഥലത്ത് കേക്ക്, അതാണ് ഇഷ്ടം ഇതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അത് അവരുടെ ആ സമയത്ത് ടേസ്റ്റ് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ വരുമ്പോൾ അതിനെക്കാട്ടി ബെസ്റ്റ് ടേസ്റ്റ് അങ്ങനെ വരവ് മൂവി ഓഫ് കോഴ്സ് ഒരു ആക്ഷൻ മൂവി ആയിരിക്കും. പക്ഷെ അതിന്റെ ജോണർ ഫാമിലി ആണോ ഒഫീഷ്യൽ ആണോ എങ്ങനെ? ഫാമിലി ഇല്ലാതെ ഒരു ആക്ഷനും പറ്റില്ല. അല്ല, ഇമോഷൻ ബോണ്ട് വേണമല്ലോ. പക്ഷേ നമ്മൾ കയറി ചുമ്മാ അടിക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും വേദനിക്കണ്ടേ. അപ്പം നമ്മൾ ഫാമിലി തൊടുമ്പോഴില്ലേ നമ്മൾ വേദന ഉണ്ടാവും. അടിക്കണം എന്ന് പറയുമ്പോഴാണ് അടിക്കണത്. അതാണ് ഇയാളൊക്കെ അങ്ങനെയല്ലേ. അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ.